ചാമ്പ്യൻസ് ലീഗിന്റെ രാജാക്കന്മാർ കുരുക്ക് വീണ വഴികൾ ഓരോന്നായി വെട്ടിപ്പിടിക്കുകയാണ്. അതെ, ബെൻഫിക്കക്കെതിരായ രണ്ടാം പാദ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് വിജയിച്ച റയൽ മാഡ്രിഡ് അഗ്രിഗേറ്റ് സ്കോറിൽ 3-1 എന്ന മുൻതൂക്കത്തോടെ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിലേക്ക് തലയുയർത്തി പ്രവേശിക്കുകയാണ്. കളി ജയിച്ചു എന്നതിലുപരി വംശീയധിക്ഷേപങ്ങൾ നേരിട്ട വിനീഷ്യസ് ജൂനിയറിന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ മത്സരത്തിന്റെ കാതൽ. ലിസ്ബണിലെ ആദ്യ മത്സരത്തിനിടെ ബെൻഫിക്ക താരം ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനിയിൽ നിന്ന് താൻ വംശീയധിക്ഷേപം നേരിട്ടുവന്ന വിനീഷ്യസിന്റെ വെളിപ്പെടുത്തൽ ഫുട്ബോൾ ലോകത്തെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ബെൻഫിക്ക താരം അത് നിഷേധിച്ചെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് പിന്തുണയുമായി ബെർണാബ്യൂവിലെ ഓരോ കോണിലും ആരാധകർ അണിനിരന്നു. മത്സരത്തിന് തൊട്ടുമുമ്പ് ഗാലറികളിൽ വിനീഷ്യസിനെ പിന്തുണച്ചുകൊണ്ടുള്ള കൂറ്റൻ ബാനറുകൾ ഉയർന്നുകൊണ്ടേയിരുന്നു. കിക്ക് ഓഫിന് പിന്നാലെ റയൽ മാഡ്രിഡ് താരങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ബെൻഫിക്ക ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. തുടക്കത്തിൽ തന്നെ പന്തിൽ നിയന്ത്രണം സ്ഥാപിച്ച ബെൻഫിക്കയുടെ നീക്കങ്ങൾ റയൽ പ്രതിരോധത്തെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും 10-ാം മിനിറ്റിൽ തന്നെ മൈതാനം വിറപ്പിച്ചുകൊണ്ട് റയൽ തങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കി. പക്ഷേ കളിയിൽ വൈത്തിരിവുണ്ടാക്കാൻ ബെൻഫിക്കയുടെ റാഫ സിൽവക്ക് അധിക സമയം വേണ്ടി വന്നില്ല. മത്സരത്തിന്റെ 14-ാം മിനിറ്റിൽ ബെർണാബ്യൂവിനെ നിശബ്ദമാക്കിക്കൊണ്ട് റാഫ സിൽവ ബെൻഫിക്കക്കായി ഗോൾ കണ്ടെത്തി. ബെൻഫിക്ക താരങ്ങൾക്കിടയിലെ കൃത്യമായ പാസിംഗും ഏകോപനവുമാണ് ഗോളിന് വഴിയൊരുക്കിയത്. ഏകദേശം 1 മിനിറ്റോളം നീണ്ടുനിന്ന തകർപ്പൻ പൊസിഷൻ ഗെയിമിനൊടുവിൽ അവർ പന്ത് റയലിന്റെ ബോക്സിലെത്തിച്ചു. പാവ്ലിദിസിന്റെ ശ്രമം തടയാൻ റയൽ ഡിഫൻഡർ റൗൾ അസെൻസിയോ ശ്രമിച്ചെങ്കിലും പന്ത് ചെന്നെത്തിയത് സ്വന്തം ഗോൾ മുഖത്തേക്ക്. കീപ്പർ ടിബോട്ട് കോർട്ടോയ്സ് അതിനെ തട്ടിയകറ്റിയെങ്കിലും റീബൗണ്ട് വന്നത് റാഫ സിൽവ അതിവേഗം വലയിലെത്തിച്ചു. നൗ ബെൻഫിക്ക 1 റയൽ മാഡ്രിഡിന്. ബെൻഫിക്കയുടെ ആരാധകർ ബെർണാബ്യൂവിൽ ആവേശം കൊള്ളുകയാണ്. ഗോൾ വഴങ്ങിയെങ്കിലും പതറാത്ത റയൽ മാഡ്രിഡിനാണ് പിന്നീട് കണ്ടത്. പ്രത്യേകിച്ച് മധ്യനിരയിൽ ചൗമേനിയും ഫെഡെ വാൽവർദയും കളി നിയന്ത്രിക്കാൻ തുടങ്ങി. ബെൻഫിക്കയുടെ അമർ ഡിഡിക് മൈതാനത്ത് വിസ്മയകരമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റയൽ തങ്ങളുടെ പ്രത്യാക്രമണം ശക്തമാക്കിയത്. ബെൻഫിക്കയുടെ ലീഡ് വെറും 2 മിനിറ്റുകൾ മാത്രമേ നീണ്ടുനിന്നുള്ളൂ. അതാണ് ആരാധകരെ ആവേശം കൊള്ളിച്ചത്. 16-ാം മിനിറ്റിൽ ചൗമേനിയിലൂടെ റയൽ മാഡ്രിഡ് സമനില പിടിച്ചു. നിക്കോളസ് ഓട്ടോമെന്റിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത ചൗമേനി ആർദ ഗുള്ളറുമായും വാൽവർദയുമായി നടത്തിയ 1-to-1 പാസുകൾക്കൊടുവിൽ ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത മനോഹരമായ ഒരു ലോങ് റേഞ്ചിലൂടെ ബെൻഫിക്കയുടെ വലയിലേക്ക് തുളച്ചു കയറ്റുകയായിരുന്നു. നിരാശാതാളം കെട്ടിനിന്ന റയൽ ആരാധകരുടെ മുഖം പ്രതീക്ഷകളാൽ തിളങ്ങുകയാണ്. സ്കോർ ബോർഡിൽ 1-1, അഗ്രഗേറ്റിൽ 2-1. കളി കൂടുതൽ ആവേശമാകുന്നു. റയലിന്റെ പ്രതിരോധത്തിലെ പാളിച്ചകൾ മുതലെടുക്കാൻ ബെൻഫിക്കയുടെ മുന്നേറ്റ താരങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അലക്സാണ്ടർ അർണോൾഡിന്റെ ഭാഗത്തു കൂടി വന്ന ചില മുന്നേറ്റങ്ങൾ റയലിനെ അപകടത്തിലാക്കിയെങ്കിലും കോർട്ടോയ്സിന്റെ ജാഗ്രത ടീമിന് തുണയായി. ആർദ ഗുള്ളർ റയലിനായി ഗോൾ നേടിയെന്ന് തോന്നിച്ചെങ്കിലും വീഡിയോ അസിസ്റ്റന്റ് റഫറി അത് ഓഫ് സൈഡ് വിളിച്ചു. ഗാലറിയിൽ ആവേശം ഒരു നിമിഷം തണുത്തെങ്കിലും റയൽ തങ്ങളുടെ ആക്രമണത്തിന്റെ മൂർച്ച കുറച്ചിട്ടില്ലായിരുന്നു. വിനീഷ്യസ് ജൂനിയർ തന്റെ വേഗതയും ട്രിബ്ലിംഗ് പാടവും കൊണ്ട് ബെൻഫിക്ക പ്രതിരോധത്തെ വട്ടം കറക്കിക്കൊണ്ടേയിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ കളി കൂടുതൽ കടുപ്പമായി. റയൽ മാഡ്രിഡിന്റെ ഭാഗത്തു നിന്ന് ചില പാസിംഗ് പിഴവുകൾ ഉണ്ടായപ്പോൾ ഹോം ആരാധകർക്കിടയിൽ നേരിയ വിസിലടികൾ ഉയർന്നു വന്നു. ബെൻഫിക്ക നടത്തിയ നീക്കങ്ങൾ ഗോളിന് തൊട്ടടുത്തെത്തിയെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മകൾ അവർക്ക് തിരിച്ചടിയായി. മത്സരത്തിനിടയിൽ റയൽ ഡിഫൻഡർ റൗൾ അസെൻസിയോക്ക് പരിക്കേറ്റത് ആരാധകരെ ആശങ്കയിലാഴ്ത്തി. സ്വന്തം സഹതാരമായ കമവിംഗയുമായി കൂട്ടിയിടിച്ചാണ് അസെൻസിയോക്ക് പരിക്കേറ്റത്. താരം സ്ട്രെച്ചറിൽ പുറത്തുപോയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ നിശബ്ദമായി. കളി അവസാന 10 മിനിറ്റിലേക്ക് കടക്കുമ്പോൾ ബെൻഫിക്ക സമനില ഗോളിനായി കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് ബെൻഫിക്ക പ്രതിരോധ താരം തോമസ് അറൗജോക്ക് ഒരു മാരകമായ പിഴവ് സംഭവിക്കുന്നത്. മിഡ്ഫീൽഡിൽ പന്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട അറൗജോയിൽ നിന്ന് വാൽവർദെ പന്ത് തട്ടിയെടുത്തു. ആ നിമിഷമായിരുന്നു ബെർണാബ്യൂ കാത്തിരുന്നത്. വാൽവർദ നൽകിയ കൃത്യമായ പാസുമായി വിനീഷ്യസ് ജൂനിയർ തന്റെ മാന്ത്രിക വേഗതയിൽ ബോക്സിലേക്ക് ഇരച്ചുകയറി. ബെൻഫിക്കയുടെ ഡിഫൻഡർമാർക്ക് പിടികൊടുക്കാതെ ക്ലിനിക്കൽ ഫിനിഷിംഗിലൂടെ വിനീഷ്യസ് പന്ത് വലയിലെത്തിച്ചു. അതോടെ സ്റ്റേഡിയം ആനന്ദാബ്ദിയിൽ ആറാടി. ഗോൾ നേടിയ ശേഷം വിനീഷ്യസ് കോർണർ ഫ്ലാഗിനടുത്തേക്ക് ഓടിച്ചെന്ന് തന്റെ സിഗ്നേച്ചർ നൃത്തം അവതരിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി താൻ അനുഭവിച്ച മാനസിക നിമിഷങ്ങൾക്കും പരിഹാസങ്ങൾക്കുമുള്ള ഏറ്റവും മികച്ച മറുപടിയായിരുന്നു ആ ഗോൾ.
ഫുട്ബോളിന് വംശീയതയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. വിനീഷ്യസിന്റെ ഗോൾ പിറന്നതോടെ ബെൻഫിക്കയുടെ തിരിച്ചുവരവിനുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചു. അഗ്രഗേറ്റ് സ്കോർ 3-1 ആയതോടെ റയൽ മാഡ്രിഡ് തങ്ങളുടെ വിജയമുറപ്പിച്ചു. അവസാന മിനിറ്റുകളിൽ പന്ത് കൈവശം വെച്ചുകൊണ്ട് റയൽ കളി സാവധാനത്തിലാക്കി. ഈ വിജയം റയൽ മാഡ്രിഡിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുത് തന്നെയാണ്. പ്രത്യേകിച്ച് ടീമിലെ പ്രധാന താരങ്ങളായ എംബാപ്പെ, ബെല്ലിംഗ്ഹാം എന്നീ താരങ്ങളുടെ അഭാവത്തിലും ഇത്തരമൊരു കടുത്ത പോരാട്ടം ജയിച്ചു കയറുന്നത് അവരുടെ പോരാട്ട വീര്യം വിളിച്ചോതുന്നു. ചൗമേനിയുടെ പ്രകടനവും ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ബെൻഫിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് നിരാശാജനകമായ രാത്രിയായിരുന്നു. അവർ മികച്ച ഫുട്ബോൾ കാഴ്ചവെച്ചെങ്കിലും ഫിനിഷിംഗിലെ കൃത്യതയില്ലായ്മയും അവസാന നിമിഷങ്ങളിലെ പ്രതിരോധ പിഴവും അവർക്ക് വിനയായി. മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ സാന്റിയാഗോ ബെർണാബ്യൂ വികാരത്തിന്റെ കടലായി മാറിയിരുന്നു. വംശാധിക്ഷേപത്തിന്റെ കൈപ്പേറിയ ഓർമ്മകളെ തന്റെ ബൂട്ടുകൊണ്ട് മായ്ച്ചു കളഞ്ഞ വിനീഷ്യസ് ജൂനിയർ ഫുട്ബോൾ ലോകത്തിന് നൽകിയത് വലിയൊരു പാഠം തന്നെയാണ്. വിദ്വേഷത്തെക്കാൾ വലിയ കരുത്ത് കളിമിടുക്കിനുണ്ടെന്ന്. റയൽ മാഡ്രിഡ് എന്ന ക്ലബിന്റെ DNA-യിൽ തന്നെയുള്ള ആ തിരിച്ചുവരവ് വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. പ്രതിരോധത്തിന്റെയും ബെൻഫിക്കയുടെയും മൂർച്ചയേറിയ ആക്രമണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ചൗമേനിയുടെ കരുത്തിലും വിനീഷ്യസിന്റെ വേഗതയിലും അവർ വിജയത്തീരമണഞ്ഞു. ഇത് റയൽ മാഡ്രിഡാണ്. അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും.